ഈ കർക്കിടക മാസത്തിൽ മുരിങ്ങയില ഒഴിച്ച് ബാലൻസുള്ള 10 ഇലകൾ വെച്ച് തോരൻ കൂട്ടണമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. ആ 10 ഇലകളിൽപ്പെട്ട ഒരു ഇലയാണ് ചേനത്തണ്ട്. ചേനത്തണ്ട് ഇലകളുടെ വിഭാഗത്തിലാണ് നമ്മൾ പെടുത്തുന്നത്. മുരിങ്ങയില കൂട്ടരുതെന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ മുരിങ്ങയിലയ്ക്ക് നല്ല വിഷമുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ ആരും മുരിങ്ങയില കൂട്ടാറില്ല. അപ്പോൾ നമുക്കിന്ന് ചേനത്തണ്ട് വെച്ച് ഒരു തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ചേനത്തണ്ട് നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ 2 തണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയർ നമുക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ നന്നായിട്ട് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. ഞാനിത് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ആദ്യം തന്നെ നമുക്ക് ചേനത്തണ്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ ഇതുപോലെ കുത്തി അരിഞ്ഞാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ചേനത്തണ്ടും ചേനയൊക്കെ കൈക്ക് ചൊറിച്ചിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പച്ച വെളിച്ചെണ്ണയോ അതുമല്ലെങ്കിൽ നെയ്യ് തേച്ചാലും മതിയായിരിക്കും. കയ്യിലെ ചൊറിച്ചിൽ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനകത്തേക്ക് കുഞ്ഞുള്ളി, നമ്മുടെ ചെറിയുള്ളിയില്ലേ, ചെറിയുള്ളി ചെറിയ പീസായിട്ട് അരിഞ്ഞ് അതും കൂടി ഇതിനകത്തിട്ടേക്ക് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അത് സാധാരണ തോരൻ വെച്ചതിന് ശേഷമാണ് താളിക്കുന്നത്. ഞാൻ അതിന് മുമ്പായിട്ട് തന്നെ ഇത് വറുത്ത് ഇതിനകത്തേക്ക് ആണ് നമ്മുടെ തോരന് വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ഇട്ട് കൊടുക്കാം. ഈ ചേനത്തണ്ടിനകത്ത് ഓൾറെഡി നല്ല വെള്ളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ തോരനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചേനത്തണ്ട് ഒരു ആവി കയറിയിട്ടുണ്ട്, അതായത് ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചെറുപയർ പുഴുങ്ങിയതും അതുപോലെ തന്നെ ചതച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് നമുക്ക് ഒന്നുകൂടെ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ നല്ലപോലെ ആവിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഇപ്പം നമ്മുടെ തോരൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ചേനത്തണ്ടിൽ നിന്ന് വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് മൂടി തുറന്ന് വെച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡി ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചേനത്തണ്ട് തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്കൊന്ന് മാറ്റാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.